ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ടൈപ്പ് ഹെയർ ഇപ്പം ചില ആളുകൾ കേളിയാന്ന് പറയുന്നുണ്ട്, ചില ആൾ വേവിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് കേളി ആയിട്ടാണ്. നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേളി ആയിട്ടാണ് നിൽക്കുക. പിന്നെ ഞാൻ ഷാമ്പൂ കണ്ടീഷനൊക്കെ ചെയ്യുമ്പം അതിലൊരു മാറ്റം വരുന്നതാണ്. ഞാൻ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയല്ല അത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഫ്രിസ്സിയാണ്, അങ്ങനത്തെ ഒരു ടൈപ്പും കൂടിയാണ് ഹെയർ. പക്ഷേ നമ്മൾ നീട്ടി കുറച്ചൊന്ന് നീളത്തിലേക്ക് വരുമ്പോൾ അതിലൊരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. അതായിരിക്കും നിങ്ങൾ ചിലപ്പം അത് കേളിയല്ല വേവി ഹെയർ ആണെന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നിയത് കേളി ടൈപ്പാണ്. നമ്മൾ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഒരു ഫുൾ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതാണെന്നാണ്. ഓക്കെ, അപ്പം എനിക്ക് വന്നൊരു മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുത്താണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പം എൻ്റെ ഹെയർ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും എങ്ങനത്തെ ടൈപ്പാണെന്നുള്ളത്. അപ്പം അതേ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത് കെട്ടി വെച്ച് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഫുൾ നമ്മളതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞത്, അതായത് ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുക, എല്ലാം കൂടി ഇങ്ങനെ ഒരു തെറിച്ച് നിൽക്കുന്ന മാതിരി ആയിരിക്കും നിൽക്കുക. പക്ഷെ നമുക്ക് എത്ര റെഡി ആയി കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയേ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ആയിട്ട് വരും. മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലെങ്ത്തിലേക്ക് നിൽക്കാനും, ബുഷായിട്ട് നിൽക്കും, പക്ഷേ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള നിൽക്കുക, നല്ലൊരു രീതിയിൽ തന്നെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത്, അതായത് നിങ്ങളെ ഹെയർ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്നുണ്ട്. ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്താണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഒരു ഒതുങ്ങിയല്ല, ഭയങ്കര ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെ ഇരുന്നുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുടീൻ്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്ത് വരും. പിന്നെ നമ്മൾ ഏത് രീതിയിൽ ഹെയർ ബൺ ചെയ്ത് വെക്കുമ്പോഴും അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കണം. അതേപോലെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് വെക്കണം, കുറച്ച് വോളിയം തോന്നണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹെയർ പാക്ക് പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഈ ഒരു 3 കാര്യങ്ങളാണ് വേണ്ടത്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഹെയർ പാക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിൻ്റെ മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് ഹെയർ കെയർ വീഡിയോസ് ആണ് ചെയ്യുന്നത്. നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കൂടുതൽ വരുന്നതിനെ കൊണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തത് കരിവേപ്പിലേൻ്റെ ഇലയും അതുപോലെ ചെമ്പരത്തി ഇലയാണ്. അപ്പോൾ നിങ്ങളെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. ഞാൻ എൻ്റെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കഴിയുന്നതും ഫ്രഷ് നമ്മളെ കരിവേപ്പിലേൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കാൻ നോക്കുക കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പം അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെക്കുക. പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്, നിങ്ങളെ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുക. അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചായപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരു 3 സ്പൂൺ ചായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ സ്പൂണ് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളും ആഡ് ചെയ്യാൻ നോക്കുക. ചെറിയ സ്പൂൺ അളവിൽ നമ്മൾ ആ ഒരു ചായപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യരുത്. അത് നല്ല രീതിയിൽ തിളച്ച് വരുന്ന ടൈമിൽ നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങളൊന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച ഈ ചെമ്പരത്തി കരിവേപ്പിലേൻ്റെ ആ ഒരു ഇല നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ ഒരു തണുത്തതിന് ശേഷം കേട്ടോ, നല്ല രീതിയിൽ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു പേസ്റ്റ് പോലെ കിട്ടും. ഇത് നിങ്ങൾ സ്കാൽപ്പ് മുതൽ റൂട്ട് വരെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ആ ഒരു ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. നിങ്ങൾ എന്താ വെച്ചാൽ ഒരു 15 മിനിറ്റ്, അതായത് നീരിറക്കമുള്ള ആളുകളാണെങ്കിൽ 15 മിനിറ്റ് നമ്മൾ സ്കാൽപ്പും കൂടെ കൂട്ടി അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഇവിടെ മാത്രം ചെയ്തു വരുന്നത് സ്കാൽപ്പിൽ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ സ്കാൽപ്പിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം. നീരിറക്കമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ടൈം വെക്കരുത്. നീരിറക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വരെ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളതൊരു താളി നമ്മൾ ചെമ്പരത്തി ഇല പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നല്ല റിസൾട്ട് ഉള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഹെയർ ഒരു ചേഞ്ച് വരുന്നതിനെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഇലേൻ്റെ ചെറിയ നാരുകാര് പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഹെയറിന് അത് തട്ടി ഒഴിവാക്കണം. നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു നാരുനാര് പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും നമ്മൾ ഒരു വീക്കെൻഡിലൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് ലീവുള്ള ദിവസം നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒന്ന് കണക്കാക്കരുത്. മീൻസ് ശനിയാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് വീട്ടിലുണ്ടാവില്ല. ആ രീതിയിൽ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പൊടി ഉള്ളതിനെ കൊണ്ടാണ്, വേറെ സ്മെല്ല് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പൊടീൻ്റെ ഈ ഒരു നാരുനാര് പോലത്തെ പൊടീൻ്റെ ഉണ്ടാവും. നമ്മൾ തട്ടി നല്ല രീതിയിൽ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.